കോടതിയിൽ പോയിട്ട് എന്നെ സ്വർണം കെട്ടവനൊന്നും വിളിക്കാതിരിക്കുമെന്ന് ദയനീയമായി പറഞ്ഞ ആളുടെ പേരാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഇല്ലേ? കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം പുറത്തു നിന്നിട്ട് കോടതിക്ക് പുറത്തുണ്ട് തെളിവാണ് മിസ്റ്റർ ജെയ്ക്ക് അങ്ങ് ഇനിയെങ്കിലും ഒരു മര്യാദ കാണിക്കും, മാന്യത കാണിക്കും. ഈ പൊട്ടത്തരം മുഴുവൻ വിളിച്ചോട്ടെ എനിക്ക് മറുപടി പറയാം, സമയം തരൂ. മനസ്സിലായില്ലേ? എന്തായാലും കേസ് കൊടുത്തപ്പോ 1,80,00,000 മാനം പോയവരാണ്. കേസ് കൊടുത്തപ്പോ 1,80,00,000 അങ്ങനെ രാഷ്ട്രീയം വെച്ചിട്ടാണ് ഈ മാതിരി മര്യാദകൾ പറയാമോ? പറഞ്ഞാൽ മതി. ഇന്നത്തെ അഭിപ്രായം പറയുമ്പോൾ അത് മര്യാദയാണോ? അല്പമെങ്കിലും എയർപോർട്ടിൽ വിള ചോദിച്ച പൊട്ടരാവല്ലേ? അല്ലെ? സ്വന്തം നേതാവ് കച്ചവടം നടത്തുമ്പോ ആ തിരുവനന്തപുരം എയർപോർട്ട് വിള ചോദിച്ച എനിക്ക് അത്ര പറയാനുള്ളൂ. പറയുന്നത് കോൺഗ്രസ്സുകാരനായ എന്തൊരു മോശമാണ്. ഈ കാര്യങ്ങൾക്കകത്ത് അല്പം മര്യാദ കാണിക്കാം. അങ്ങ് വിളിച്ചു വരുത്തിയ ചർച്ചയിൽ തോന്നിയാസം പറയാൻ അങ്ങയുടെ സവിശേഷ കാഴ്ചയിൽ പെടില്ലേ? അത് പറഞ്ഞ ശേഷം മറുപടി പറയട്ടെ. കേട്ടല്ലോ? അല്ല, അതാ പറഞ്ഞത്. തട്ടിപ്പിന് ആധികാരികമായിട്ട് എടുക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സംഘവുമായിട്ട് 100 കണക്കിന് കോടി രൂപയുടെ കച്ചവടം ഉറപ്പിക്കുന്ന മനോഭാവമല്ലേ ഇവർക്ക് രണ്ടുപേർക്കുള്ളത്? ഇല്ലേ? 100 കണക്കിന് കോടി രൂപയുടെ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ കയ്യിൽ കാണുന്നത് ബ്രേസ്ലെറ്റ് ആണോ എന്നുള്ള സംശയം. പിന്നെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ കോടതി SIT രൂപപ്പെടുത്തി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി, കോടതി SIT രൂപപ്പെടുത്തി അന്വേഷണം നടക്കട്ടെ. ഇല്ലേ? ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ അകത്ത് കിടക്കുന്നത് അങ്ങയുടെ സഹപ്രവർത്തകരല്ലേ? അങ്ങയുടെ സഹപ്രവർത്തകർ 2 പേരല്ലേ? 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായാൽ, 1 പ്രാവശ്യം MLA ആയാൽ അല്ലേ അകത്ത് കിടക്കുന്നത്? CITയുടെ നേതാക്കന്മാരല്ലേ അകത്ത് കിടക്കുന്നത്? സാധനം വീടിനായി പോയിട്ടുണ്ടോ? ഉളുപ്പ് എന്ന് പറയുന്ന സാധനം പോയിട്ടുണ്ടോ? അല്ല, സത്യമല്ലേ? അങ്ങയുടെ പത്മകുമാർ നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ? അല്ലേ? ജെക്സി തോമസ് പറ. നോക്കൂ, ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഇതിലൊരു വാക്കിൽ പിടിച്ചുകൊണ്ട് അതിൽ തൂങ്ങി ചർച്ച ബഹളത്തിൽ അവസാനിപ്പിക്കുന്ന നല്ല തന്ത്രമാണ്. ആ തന്ത്രമാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കൃത്യമായി ലഭിച്ചോ എന്നൊരു ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിരുത്തി ആലോചിക്കാം. തിരുവനന്തപുരം എയർപോർട്ടിന് വില ചോദിച്ചതാണോ? എയർപോർട്ട് വില ചോദിച്ചതാണോ? ഞാൻ ചോദിക്കുന്നുള്ളൂ. ശരി. അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ചതാണോ സർക്കാർ? നിലപാടിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ നിലപാടിനെ ചോദിച്ചാണ്. അങ്ങ് തിരുവനന്തപുരം എയർപോർട്ടിന്റെ വില ചോദിച്ച ആളല്ലേ അങ്ങ്? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.